അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ നിയമവിരുദ്ധമാണെന്ന് US സുപ്രീം കോടതി കണ്ടെത്തി. ഫെഡറൽ നിയമം ലംഘിക്കുന്നുവെന്നും കോടതി പറഞ്ഞു. പിന്നീട് എല്ലാ രാജ്യങ്ങൾക്കും 10% തീരുവ പ്രഖ്യാപിക്കുകയും ചെയ്തു. എങ്ങനെ വിലയിരുത്താം ഇതിനെ? നമസ്കാരം. ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ഞങ്ങൾ മുട്ടിപ്പോയി പ്രാർത്ഥിച്ചു, മെഴുകുതിരി എത്തിച്ചു. ട്രംപ് അച്ചായനെന്നരെ വെടികൊണ്ടു. പരമോന്നത നീതിന്യായ സംവിധാനം സുപ്രീം കോടതി തീരുവ നിയമവിരുദ്ധമായെന്ന് പറഞ്ഞു. അത് അച്ചായനെ ചൊടിപ്പിച്ചു. ഞങ്ങളെപ്പോലുള്ള വിവരദോഷികളിലൂടെ ആഘോഷം തുടങ്ങി. പക്ഷേ അതിന് അല്പായുസ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം അതിൻ്റെ മേലെ കയറിയിട്ട് പറഞ്ഞു, കൃത്യമായ വേർഡിങ് ആവശ്യം, ഓവർ ആൻഡ് അബോവ് ഐ എം ഗോയിങ് ടു ഇമ്പോസ് 10% താരിഫ് എന്ന് വെച്ചാൽ ഇപ്പം നടന്നുകൊണ്ടതിൻ്റെ മേലെ ഒരു ലോക താരിഫായിട്ട് ഒരു 10% കൂട്ടും. അദ്ദേഹത്തിന് സവിശേഷമായ അധികാരങ്ങളുണ്ടെന്നുള്ളതാണ് സെക്ഷൻ 122 എന്നൊക്കെ പറഞ്ഞത്. പത്രത്തിൽ വായിച്ച അറിവുള്ളൂ. അത് പ്രകാരം അദ്ദേഹത്തിന് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഈ പടയെ പേടിച്ച് പന്തളത്തിൽ എത്തുമ്പോൾ പന്തം കൊടുത്തി പട ഇങ്ങോട്ടെന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങൾ. ഒരു ക്ലാരിറ്റി ഇല്ല. വീണ്ടും ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതിന് മുമ്പ് ഞാൻ സാറിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ എനിക്ക്. നമ്മുടെ സുപ്രീം കോടതിയിൽ, നമ്മുടെ ഇന്ത്യയിലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ വിധിയൊക്കെ പ്രസ്താവിക്കുമ്പോൾ വിധിന്യായത്തെ വിമർശിക്കാമെന്നോ കണ്ടേ അല്ലേ? പക്ഷേ നിങ്ങൾക്ക് പക്ഷെ ജഡ്ജി വിമർശിക്കരുത് പേഴ്സണലായിട്ട് അല്ലേ? അങ്ങനെയല്ലേ നിയമം? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.